ഇതാ കണ്ടോ ഞങ്ങളുടെ പുതിയ ടെൻറ്റ്. കുറേ നാളായി ആഗ്രഹിച്ചതാണിത്. ഇതാ അതിനുള്ള സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു. ജോയിൻറ്റുകൾ, അതിനുള്ള കവറുകൾ, ഡോറായിട്ടും അതുപോലെ ടോട്ടലി ഒരു കവറിനകത്തേക്ക് ഇത് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. പ്ലാസ്റ്റിക്കും തുണിയൊക്കെ കൂടി ഒരു മെറ്റീരിയലാണിത്. ഓരോന്നോരോന്നായിട്ടത് മാറ്റി വെക്കണം, ഏതാണെന്നൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. അതിനും ഇമ്പോർട്ടൻ്റ് അതെങ്ങനെ അസംബിൾ ചെയ്യാൻ നോക്കണം. ഒരു പേപ്പർ കിട്ടിയതിനകത്തുനിന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പാർട്സ് ബൈ പാർട്സ് എന്നത് ഡയഗ്രാമാറ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പാർട്ട്. അതൊന്ന് മനസ്സിലാക്കി അതനുസരിച്ച് എൻ്റെ ഐറ്റംസ് ഫിറ്റ് ചെയ്തെടുക്കുക. കൂലങ്കലുഷമായിട്ടുള്ളൊരു ചിന്ത തന്നെ അതിന് ആവശ്യമായിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിയിട്ടേ ഇത് തുടങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ വരുന്ന ചൈനീസ് ഐറ്റംസ് എല്ലാം തന്നെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ മാത്രമേ പാർട്ട് ബൈ പാർട്ട് ഫിറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഹെൽപ്പിനായി കുഞ്ഞുഞ്ഞും കുഞ്ഞാറ്റയും എത്തി. കുഞ്ഞുഞ്ഞൊക്കെ ഫുൾ എന്തൊക്കെ അറിയാവുന്ന രീതിയിലാണ് വരുന്നത്. ഒന്നും നോക്കിയില്ല, അവർ നമ്മളോട് കൂടി അവരുടെ ഐഡിയകളും അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. രസമാണ് അവരുടെ കൂടെ അടിപൊളിയായിട്ട് ചെയ്യാൻ. ഈ സമയത്ത് ഞാനും വൈഫും ഒക്കെ ഓർക്കുമായിരുന്നു നമ്മൾ ചെറുപ്പകാലത്ത് ടെൻ്റ് ഉണ്ടാക്കിയത്. കളിപ്പാട്ടമായിട്ടും കടയായിട്ടും കഞ്ഞിയും കറിയും വെക്കാനൊക്കെ ആയിട്ട് വേനലവധിക്കാലത്ത് ഉണ്ടാക്കുന്ന ടെൻറ്റിൻ്റെ കാര്യം എത്ര മണിക്കൂറും ഡേകളും ഒക്കെ എടുത്താണ് ഉണ്ടാക്കുന്നത്. അതിനകത്തുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഏറ്റവും കൂടുതൽ വർക്കൗട്ടായിരുന്ന ഒരു സമയമാണ്. ഞാൻ ഓർക്കുമായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടെൻറ്റിന് മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ അത് മുളച്ച് വലിയ മരമൊക്കെ ആയി മാറുന്ന കണ്ടിട്ടുണ്ട്. കൂടുതലും കൊന്നക്കാരൊക്കെ ഉപയോഗിച്ചായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അടിപൊളിയാണോ? വീടെങ്ങനെയുണ്ട്? ഹലോ. യെസ്, അത് അങ്ങനെ അടിപൊളിയായിട്ട് ഇത് സെറ്റ് ചെയ്തെടുത്ത് വളരെ മനോഹരമായിരിക്കുന്നു. കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയപ്പോൾ കണ്ടിട്ടുണ്ട്. വളരെ ആശയോടെ നോക്കി നിൽക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം എന്തായാലും തീരുമാനിച്ചു ഉണ്ടാക്കിയേക്കാന്ന്. ഹലോ.